നമ്മൾ കഴിക്കുന്ന ബീഫ് കോളൻ ക്യാൻസർ ഉണ്ടാക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അത് അംഗീകരിക്കും? നമ്മൾ കഴിക്കുന്ന ബീഫിൽ എന്തടങ്ങിയിരിക്കുന്നു, എങ്ങനെ അതിനെ കുക്ക് ചെയ്യുന്നു എന്നതിനെ അപേക്ഷിച്ചിരിക്കും അതിൻ്റെ സൈഡ് എഫക്റ്റ്. എല്ലാവരും എന്താണ് ചെയ്യുന്നത്? ഗൂഗിളിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുന്നു, ബീഫ് കോളൻ ക്യാൻസർ ഉണ്ടാക്കുമോ? ഗൂഗിൾ പറയുന്നു ഉണ്ടാക്കും, എന്നാൽ പിന്നെ ഒരു വീഡിയോ ചെയ്തേക്കാം. ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് എല്ലാവരും. ഇവരെല്ലാം പോകുന്നത് റിസർച്ചിൻ്റെ പുറകെയാണ്. എന്താണ് റിസർച്ച്? ഒരു ഫുഡ് കമ്പനി റിസർച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് പൈസ കൊടുക്കുന്നു, അവരെ പറ്റി പോസിറ്റീവ് റിവ്യൂ പറയുന്നു. ഇതാണ് റിസർച്ച്. അല്ലാതെ ഇതിനകത്ത് സത്യാവസ്ഥകളൊന്നുമില്ല. സയൻസ് പോലും എത്ര പ്രാവശ്യം തിരുത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫിനെ പ്രോപ്പറായി കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല. നമ്മൾ ഓവറായി കുക്ക് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ഹെറ്ററോസൈക്ലിക് അമീൻ എന്ന് പറയുന്നൊരു കെമിക്കൽ ആക്ഷൻ നടക്കുന്നു. ഇതാണ് ക്യാൻസറിന് കാരണമാവുന്നത്. നിങ്ങൾ ബീഫിനെ മീഡിയം രീതിയിൽ കുക്ക് ചെയ്താൽ ഈ കെമിക്കൽ ആക്ഷൻ ഇവിടെ നടക്കുകയില്ല. പിന്നെ ഈ റിസർച്ച് എന്ന് പറയുന്നത്, അന്ന് റിസർച്ചിനെടുത്ത ബീഫ് എന്ന് പറയുന്നത് നൈട്രേറ്റ്സ് ഇഞ്ചക്റ്റഡ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ സൂപ്പർ മാർക്കറ്റിൽ ബീഫിനെ കളർ നിലനിർത്താനും അതിനെ ഫ്രഷ് ആയിട്ട് തോന്നിപ്പിക്കാനും വേണ്ടി നൈട്രേറ്റ്സ് ഇഞ്ചക്ട് ചെയ്യുന്നുണ്ട്. ഇതിനെ കുക്ക് ചെയ്യുമ്പോഴും അതും കാർസനോജിക്കാണ്, അതും ക്യാൻസറിനെ രൂപപ്പെടുത്താൻ പ്രധാന ഒരു കാരണമാണ്. അല്ലാതെ ഈ പാവം ബീഫിനെ എന്തിനാ ഇങ്ങനെ നിങ്ങൾ ഈ കുറ്റം പറയുന്നത്?